മെസ്സിക്കൊപ്പം പ്രണയിച്ച നീലയും ചുവപ്പും അണിഞ്ഞവൻ, ഹൃദയം കൊണ്ട് കളിച്ചവനെന്ന് കളിയെ കനവിലാക്കിയ ഓരോ നിമിഷവും നെഞ്ചിലെ പേന കൊണ്ട് വരച്ചെഴുതിയത് അയാളെപ്പറ്റിയാണ്. ഡാനി ആൽവസ് എന്ന കാനറി പക്ഷിയെ, ദ മാൻ ഹൂ റെവല്യൂഷനൈസ്ഡ് ദ ഫുൾ ബാക്ക് റോൾ. കാർലോസും കഫുവും ലാവുമെല്ലാം ഫുട്ബാക്ക് റോളിനെ തങ്ങളുടെ ചരിത്രമായി വരച്ചുകൊണ്ട് നടന്നു പോയപ്പോഴും അതിനിടയിൽ അത്തരമൊരു റോളിനെ എക്കാലത്തെയും റെവല്യൂഷണറി റോളാക്കി മാറ്റി എഴുതിയവനെന്ന് ഞാൻ വരച്ചിടുക ഗരുഡൻ്റെ വേഗതയിൽ മൈതാനത്ത് കുതിച്ചു പാഞ്ഞ ആ കാനറി പക്ഷിയെയാണ്. മനസ്സുകൊണ്ട് അയാൾ ആത്മാർത്ഥതയുടെ പ്രതിരൂപമായിരുന്നു. ക്യാൻസർ വന്ന തൻ്റെ കൂട്ടുകാരന് വേണ്ടി കരൾ പകുത്തു കൊടുക്കാൻ വരെ അയാൾ തയ്യാറായിരുന്നു. കളിക്കളത്തിലും ബാഴ്സയെ അതിലേറ്റ് പ്രണയിച്ചുകൊണ്ടിരുന്നു. ജോഡി ആൽബയിൽ നിന്നും പാസ് സ്വീകരിച്ച് മനോഹാരിതയിൽ മുങ്ങിയാടിയ ഗോളുകൾ മെസ്സി നേടുമ്പോഴെല്ലാം വലതുവശത്ത് ഒരു വലിയ ശൂന്യത അനുഭവപ്പെടും. എക്കാലത്തെയും മനോഹരമായ ഫുട്ബാക്ക് സ്ട്രൈക്കർ കൂട്ടുകെട്ടിനെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു വല്ലാത്ത ശൂന്യത. മെസ്സിയും ഡാനി ആൽവസും കളിക്കളത്തിൽ സൃഷ്ടിച്ചത് ജമോലോ എന്ന് വിളിക്കാവുന്ന വിധം അന്തർധാരയോടെയായിരുന്നു. മെസ്സി എന്ന കളിക്കാരന് വേണ്ടി ഏറ്റവും അധികം അസിസ്റ്റ് സൃഷ്ടിച്ചതും ആൽവസ് തന്നെയായിരുന്നു. അസാധ്യമായ വേഗതയോടെ മുന്നോട്ട് കുതിച്ച ആൽവസ് അതേ വേഗതയോടെ തിരിച്ചിറങ്ങുമ്പോൾ ലോകത്തെ പ്രശസ്തരായ വിങ്ങർമാർ പതറി തുടങ്ങി. 1-to-1 അസാധ്യനായിരുന്ന ആൽവസ് മെസ്സിയുമായി 1-to-1 കളിച്ച് അയാൾ ഒരു വിങ് ബാക്കിന് മിഡ്ഫീൽഡർ എന്ന റോൾ കൂടി നൽകുകയായിരുന്നു. എക്കാലത്തെയും ബാഴ്സയുടെ സുവർണ്ണ തലമുറയിൽ പ്രഥമ സ്ഥാനീയരിൽ ഒരാളായി ഡാനി മാറിയതും അതുകൊണ്ടായിരുന്നു. ആധുനിക ഫുട്ബോളിലെ ഫുട്ബാക്ക് പൊസിഷൻ അവിടെ നിർവചിക്കപ്പെടുകയുമായിരുന്നു. 21 ഗോളുകളും 100ഓളം അസിസ്റ്റുകളുമാണ് ഡാനി ബാഴ്സയ്ക്കായി നേടിയത്. ഡാനിയുടെ ബാഴ്സ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ സംഭവം നടന്നത് 2014 വിയാറയലിനെതിരെയുള്ള ലീഗ് മത്സരത്തിലാണ്. ഡാനി, നീയൊരു കുരങ്ങനാണ് എന്ന് വംശീയമായി അധിക്ഷേപിക്കുവാൻ കാണികളിലൊരാൾ അയാൾക്ക് നേരെ പഴം വലിച്ചെറിയുന്നു. അതേടാ, ഞാനൊരു കുരങ്ങനാണ്, അതിന് നിനക്കെന്തായി എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴം എടുത്ത് നിന്നുകൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തൊട്ടു പിന്നാലെ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹതാരമായ നെയ്മർ പഴം തിന്നുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അന്ന് പങ്കുവച്ചു. തുടർന്ന് ലോകമാകെയുള്ള പ്രശസ്തമായ കളിക്കാർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. സ്പാനിഷ് ജനതയുടെ ലോകമൊട്ടാകെ വംശീയക്കെതിരെയുള്ള പോരാട്ടമായത് പിന്നീട് മാറുകയായിരുന്നു. തൻ്റെ സഹതാരമായ അബിദാലിന് ലിവർ ക്യാൻസർ ബാധിച്ചപ്പോൾ തൻ്റെ കരിയറിനെയോ ജീവിതത്തെയോ പറ്റി ചിന്തിക്കാതെ കരൾ പകുത്തു നൽകാൻ തയ്യാറായിരുന്നു ഡാനി. എന്നാൽ ഡാനിയുടെ വരുംകാല ജീവിതത്തെ, അയാളുടെ കുടുംബത്തെ ഓർത്ത് അബിദാൽ നിരസിക്കുകയായിരുന്നു. ഫുട്ബോൾ എന്നും ഇന്നുകളുടെ കളി മാത്രമാണ്. ഇന്നലകൾക്ക് അവിടെ എഴുത്തുകളില്ല. വേഗതയും പ്രതിരോധത്തിലെ മികവിനെയും പ്രായം ബാധിച്ചു തുടങ്ങിയതോടെ ദുഃഖത്തോടെയെങ്കിലും അതുകൊണ്ട് തന്നെ ക്യാമ്പ് നൂവിൽ നിന്നൊരു നാൾ ഡാനിക്ക് തിരികെ നടക്കേണ്ടി വന്നു. അയാൾക്കതത്ര ഉൾക്കൊള്ളാനായില്ല എങ്കിലും ഒരുപക്ഷെ വർഷങ്ങളേറെ സ്നേഹിച്ച ക്ലബിലെ ഏറ്റവും വേദനയേറിയ ദിനമായിരുന്നു അന്ന്. കണ്ണീർ പൊടിഞ്ഞൊഴുകിയ ദിനം. ഒരു കാലത്ത് ബ്രസീലിൻ്റെയും ബാഴ്സലോണയുടെയും കുപ്പായത്തിൽ മികച്ച രീതിയിൽ പന്ത് കെട്ടി ഞാനടങ്ങുന്നൊരു തലമുറയെ ആനന്ദിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ അമാനുഷിക ഡാനി ആൽവസ് നിങ്ങൾ ഇന്നും ഞങ്ങളുടെ ഓർമ്മയിലും ഹൃദയത്തിലും നിലനിൽക്കുന്നുണ്ട്. ആ പന്താട്ടം ഞങ്ങൾ ഇന്നും പ്രണയിക്കുന്നുണ്ട്. ജന്മദിനാശംസകൾ ഡാനി.